വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സാരികളുമായിട്ടാണ്. സാരികൾ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേണിലുള്ള സാരികളല്ല കേട്ടോ, ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള സാരികൾ, പക്ഷേ എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ സാരികളാണ്. നമ്മൾ കാണിച്ച സാരികളൊന്നും അല്ല, ഇതിനകത്ത് കാണിച്ച സാരികളൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പുതിയ വന്ന സാരികളാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്ന് സാരി കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പഴയതിരിക്കുന്നതായതുകൊണ്ട് അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ അങ്ങനെയല്ല, പുതിയ സാരികൾ തന്നെയാണ്. പക്ഷേ റേറ്റ് ഞാൻ വളരെ കുറച്ചിട്ട് അഫോർഡബിൾ ആയിട്ട് ഇന്നത്തെ സാരികളുടെ എല്ലാത്തിൻ്റെയും റേറ്റ് 690 രൂപ മാത്രമേ ഉള്ളൂ. ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് ഒരു 50 രൂപ വരും. 690 രൂപയ്ക്ക് അടിപൊളി സാരികളാണ് തരാൻ പോകുന്നത്. നിങ്ങൾ ഓരോന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ കണ്ടിട്ട് സാരീനെ ജഡ്ജ് ചെയ്യുക കേട്ടോ. അത് കണ്ടിട്ടും ജഡ്ജ് ചെയ്യുക, പിന്നെ വാങ്ങിച്ചിട്ട് ജഡ്ജ് ചെയ്യുക. വാങ്ങിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കുന്ന സാരികളൊക്കെ. എല്ലാവരും എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ മിക്കവരും തന്നെ എനിക്ക് ഒരു കമൻ്റൊക്കെ ഇടാറുണ്ട്, ചേച്ചി സാരി കിട്ടി, അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. എനിക്ക് ഒത്തിരി താങ്ക്ഫുള്ളാണ്. ഞാൻ അവർക്കൊക്കെ താങ്ക്സ് ഒക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഇനി അതായത് ഒരു പ്രാവശ്യം വാങ്ങിച്ചവരാരും അതിനൊരു കുറ്റമായിട്ട് ഇന്ന് വരെ ഒരു സാരിക്കും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ഉള്ള കാര്യമാണ് ഇപ്പം പറയുന്നത്. ആരും ഞങ്ങളുടെ വില തന്ന വിലയ്ക്ക് വാല്യൂ അല്ലാത്ത ഒരു സാരി ചേച്ചി തന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ ആരും. അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാത്രം ഞാൻ കാണുന്നത് കേട്ടോ. അല്ലാതെ എൻ്റെ ഒരു മിടുക്കൊന്നുമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ആ ഒരു റേറ്റേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. റേറ്റ് ഞാൻ അങ്ങനെ കൂട്ടി ഒരിക്കലും ഇടത്തില്ല. എനിക്ക് വളരെ മിനിമൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു റേറ്റാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാരികൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കുർത്തികളുടെ, പിന്നെ നിങ്ങൾ ചോദിച്ച ജാംദാനി സാരികളുടെ, പിന്നെ നമ്മളുടെ ചിക്കൻ കാരി വർക്കിൻ്റെ സെറ്റ്, കുർത്തികളുടെ സെറ്റ് ഈ ആഴ്ച നമുക്ക് എൻഡ് ആകുമ്പോഴത്തേക്കും വരും. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോസ് 1 by 1 ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കളക്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് സാരി നോക്കിക്കോളൂ. ഇതാണ് മൽക്കോട്ടൻ്റെ സാരികളാണ് കേട്ടോ. മൽക്കോട്ടൺ നമുക്കറിയാമല്ലോ, ചൂടത്ത് നമുക്ക് ഏറ്റവും നല്ല എന്താണ് പറയുന്നത്, കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റിയ സാരിയാണ് മൽക്കോട്ടൺ സാരി. ഞാൻ പറയേണ്ട കാര്യമില്ല. ഫസ്റ്റ് വന്നിരിക്കുന്ന സാരി നോക്കിക്കേ, ഇതാണ് പാറ്റേൺ കേട്ടോ. ഞാൻ ക്ലോസർ വ്യൂവിൽ കാണിച്ചു തരാം. ടൈ ആൻഡ് ഡൈ പാറ്റേൺ നോക്കിക്കോളൂ. നമ്മൾ പറയില്ലേ ഷിബോരി ടൈ ആൻഡ് ഡൈ പാറ്റേൺ, അങ്ങനത്തെ ഒരു പാറ്റേൺ. നല്ല കോട്ടൺ ആണ് കേട്ടോ. ടൈ ആൻഡ് ഡൈ പാറ്റേണും, പിന്നെ അതായത് ഇവിടെ ഒരു ബാട്ടിക്, വലിയ ബാട്ടിക്കിൻ്റെ വർക്കും കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ലൈൻ പാറ്റേണിൽ. എന്ന് വെച്ചാൽ ലൈൻ മീൻസ് അങ്ങനെ വിട്ടിട്ട് ഇത് രണ്ടും കൂടെ ഇടകലർന്ന് വരും കണ്ട. ഇതാ ഇങ്ങനെ പോകും സാരി ഫുള്ള് കണ്ട. ഇങ്ങനെ പോകും. അതായത് ഈ ഒരു പ്രിന്റ് കുറച്ചിങ്ങനെ വരും, പിന്നെ അടുത്തത് ബാട്ടിക് വരും, പിന്നെ വീണ്ടും ആ പ്രിന്റ് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത്. എന്നിട്ട് സാരിയുടെ മുന്താണി വരുമ്പോൾ എന്താ നോക്കിക്കേ, ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് കണ്ട. ഇങ്ങനെ ബാട്ടിക് പ്രിന്റ് ഇതാ ഇങ്ങനെ വരും കണ്ട. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരിക. ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്, റണ്ണിങ് ആണ് ബ്ലൗസ് കേട്ടോ. വേറെ ബ്ലൗസ് പീസിൽ സെപ്പറേറ്റ് ഒന്നുമില്ല. ബ്ലൗസ് പീസ് ഉണ്ട് ഈ സാരിക്കകത്ത്. നിങ്ങൾ നോക്കിയിട്ട്, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും ഞാൻ പറയുന്നു, സാരിക്ക് നിങ്ങൾ ബ്ലൗസ് മുറിക്കുമ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടണമെങ്കിൽ സാരിക്ക് നീളം വേണം. അപ്പം അതിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ കിട്ടുമെന്ന് നിങ്ങളുള്ള ഒരു സാരിയും വെച്ചിട്ട് നിങ്ങൾ ഒന്ന് അളന്ന് നോക്കിയിട്ട് സാരിയുടെ ബ്ലൗസ് എപ്പോഴും മുറിക്കാവുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കുത്തി കൊടുത്തൊക്കെ വരുമ്പോൾ ഒരു വ്യൂതായി ഇങ്ങനെ വരും കേട്ടോ. ഞാൻ നന്നായിട്ടല്ല വെച്ചിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ച് തന്നതാണ്. ഇങ്ങനെ ഇത് ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടുക്കി കുത്തിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല പ്ലേറ്റ്സ് ഒക്കെ ഇട്ട്, ഞാനിപ്പോൾ സിക്കിൾ പ്ലേറ്റ് എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അടുക്കി പ്രിൻറ്റും വരും, പിന്നെ ഈ ഒരു പ്ലെയിനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി കാണാനായിട്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സാരി. പിന്നെ മുന്താണി വരുമ്പോൾ തന്നെ വരും. എന്താണ് ഞാൻ കോട്ടൺ ആണ് കേട്ടോ. അതാ കണ്ട, മൽക്കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. സെക്കൻഡ് സാരി ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരി നോക്കിക്കേ, ബ്ലൂ ആണ് ഇതിൻ്റെ മേളിലെ ബോർഡർ കണ്ട. നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു 6 പാറ്റേൺ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഉള്ളിൽ ഇതാ പ്ലെയിൻ ആണ്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു മജന്ത, എന്താ റാണി പിങ്കിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയില്ലേ, എന്നിട്ടൊരു മജന്തയിലേക്ക് കയറിയിട്ട് അങ്ങനെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ് കേട്ടോ. ഇത് റെഡേ അല്ല കേട്ടോ. റെഡുമായിട്ട് ഇതിന് യാതൊരു സാമ്യവും ഇല്ല. ഇത് നിങ്ങൾക്ക് ക്ലോസർ വ്യൂവിൽ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. റെഡ് അല്ല കേട്ടോ, അതൊരു മജന്ത പോലത്തെ ഒരു കളറാണ്. റാണി പിങ്കും മജന്തയും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു കളർ. എന്നിട്ട് ഇതിൻ്റെ ബോർഡർ തന്നെ മുന്താണിത് ഇങ്ങനെ വരും കണ്ടോ. മുന്താണി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്.
ഇങ്ങനെ വരും. ഈ സൈഡിൽ നമുക്ക് ചെറിയ ബോർഡറാണ്, മറ്റേ ഈ സൈഡ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ ബോർഡറാണ് വരുന്നത് കേട്ടോ. ഞാനത് കുറച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ കുറച്ച് വലിയ ബോർഡറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ. സാരി കൊടുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ വരും കേട്ടോ. എന്നിട്ട് ഇതാ മുന്താണിതാ ഇങ്ങനെയും വരും. ഒരു വ്യൂ വരുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടല്ലോ, നല്ല മൽക്കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ. നെക്സ്റ്റ് സാരി നോക്കിക്കേ, ഇതാണ്. ഇത് ചന്തേരി കോട്ടണിൽ വരുന്ന സാരിയാണ് കേട്ടോ. ചന്തേരി കോട്ടണിലാണ് ഈ സാരി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ബോർഡർ ഇതാ തുമ്പത്ത് ഇതാ ഇങ്ങനെ വരും. എന്നിട്ട് ഉള്ളിൽ ഇതാ ബാന്തിനി പാറ്റേൺ വരും. കണ്ടോ, ഫുള്ള് ബാന്തിനിയിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ കളർ കേട്ടോ. എന്നിട്ട് തുമ്പത്ത് ഇതാ മുന്താണി വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് മുന്താണിയുടെ പ്രിന്റ് വരുന്നത്. കണ്ടോ, തുമ്പത്ത് ഈ ഒരു ചെറിയ കസവിൻ്റെ ബോർഡർ കിട്ടും. കാരണം ഇത് ചന്തേരി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തുമ്പത്ത് ഒരു ബോർഡർ കിട്ടും കേട്ടോ. സാരി കൊടുത്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരിക. ഇങ്ങനെ വരുമ്പോൾ ഇത് ചന്തേരി കോട്ടണിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ സാരിക്കും റേറ്റ് സെയിം ആണ് കേട്ടോ. ഏത് മെറ്റീരിയൽ ഇന്ന് പല മെറ്റീരിയലുകളാണ് ഇന്ന് കാണിക്കുന്നതെങ്കിൽ റേറ്റ് എല്ലാത്തിനും 690 കേട്ടോ. നോക്കിക്കേ, ഇതാണ് സാരി. നല്ലൊരു ബെയ്ജ് ഷെയ്ഡിൽ കണ്ടോ. ഒന്ന് ഡാർക്കാണ്, ക്രീമിൽ ഒരല്പം കൂടെ ഡാർക്കായിട്ട് ഒരു ലൈറ്റ് ബെയ്ജ് ക്രീം, ഡാർക്ക് ക്രീം എന്നൊക്കെ പറയാം. എന്നിട്ട് ഇതിനകത്തൊരു മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മിറർ വർക്ക് നിങ്ങൾക്ക് കണ്ടുകൂടെ? മിറർ വർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതൊരു സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റാണിത് കണ്ടോ. അല്ലാതെ ഇങ്ങനെ റഫായിട്ടിരിക്കുന്ന സാരിയല്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇതുപോലെ വരുന്നത് കണ്ടോ. ബനാറസി പ്രിൻ്റാണ്, ബനാറസി ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടോ. ഇതിനകത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ബനാറസി ബോർഡറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാരി നോക്കിക്കുക, സാരിയുടെ ബോർഡർ ഇങ്ങനെ വരും കണ്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കണ്ടോ ബോർഡറിലും ഈ ഒരു മിററിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഒത്തിരി അങ്ങ് തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. എന്നിട്ട് ബോഡി വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഈ ഒരു ബേജ് അല്ലെങ്കിൽ ക്രീം കളറിൽ വന്നിട്ട് ഈ സൈഡിൽ നമുക്ക് ഈ ബോർഡർ കിട്ടും കണ്ടോ. രണ്ട് സൈഡിലും ഈ സെയിം ബോർഡർ കിട്ടും കണ്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്, സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഈ സാരിയൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഞാനിപ്പോൾ ഒരു 1000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് വാങ്ങിക്കുമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. എന്താണ് കണ്ട, ടാസിൽസ് ഒക്കെ കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നോക്കി കണ്ട. ഈ സാരി ഒന്നും 690 രൂപയ്ക്ക് നമുക്ക് എവിടെയും കിട്ടത്തില്ല എന്ന് വെച്ചാൽ കാണാൻ പോലും കിട്ടത്തില്ല. ഇതാണ് തുമ്പ് വരുന്നത് കേട്ടോ. പീസ് നോക്കിക്കേ, അതാ ഇങ്ങനെ വരും. ഇതൊക്കെ ഒറ്റ സാരി എൻ്റെ കയ്യിലുള്ളൂ. ഇതൊക്കെ 690 രൂപ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആളുടെ ഭയങ്കര ലക്കാണ് കേട്ടോ. ഏപ്രിലിൽ കിട്ടുന്ന ആദ്യത്തെ ലക്ക് എന്ന് വിചാരിച്ചോളണം. നമുക്ക് എവിടെയും കിട്ടാത്ത റേറ്റിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇതിന് എന്ത് റേറ്റ് പറഞ്ഞാലും ഇത് പോകും. പക്ഷെ ഞാൻ അങ്ങനെ എടുത്തില്ല. കാരണം എനിക്ക് ചിലപ്പോഴൊക്കെ കുറച്ചൊരു ഓഫറിൽ എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്നെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു എൻ്റെ മനസ്സിലൊരു വിലയൊക്കെ ഉണ്ട്. ആ വിലയിൽ കൂടുതലൊന്നും ഒന്നിനും കിട്ടിയാലും ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. അടുത്ത സാരി നോക്കിക്കേ, നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ അജ്രക്കും നോക്കിക്കേ കണ്ട. പ്രിൻ്റ് കണ്ട. ഇതൊരു എന്താ പറയേണ്ടത്, ആൻറ്റിക് ഗോൾഡിൻ്റെ കളറിലുള്ള ഒരു വർക്കാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്, ക്രേപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും സാരി, ഇങ്ങനെ വരും സാരി കേട്ടോ. മുന്താണിതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. മുന്താണിയുടെ ഡിസൈൻ കണ്ടില്ലേ, ഫുൾ അജ്രക്കിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴും അജ്രക് പ്രിന്റിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. ഇതിൻ്റെ അരികത്ത് വയ്ക്കാൻ ബോർഡറും കിട്ടും കേട്ടോ. അജ്രക്കിൽ തന്നെ ആ നമ്മളുടെ എന്താണ് മുന്താണിയിൽ വന്നില്ലേ, ആ പ്രിന്റിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ ഫുള്ളായിട്ട് കിട്ടുക കേട്ടോ. ഈ സാരിക്കൊക്കെ ഈ ബ്ലൗസ് തയ്ച്ചിടണം, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്.
മുന്താണി ഇതാ ഇങ്ങനെയുണ്ട്. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പാറ്റേണും ഇതിൻ്റെ ഒരു ഡിസൈനും ഒക്കെ ഒരു നല്ല ഡിഫറെൻ്റ് ആണ്. ഈ സ്ക്വയർ പാറ്റേണും അജ്രക് പാച്ചുകളും ആ ഒരു ആൻറ്റിക്കിൻ്റെ ആ സ്ക്വയർ ഗോൾഡിൻ്റെ ആ സ്ക്വയർ വർക്കും എല്ലാം കൂടെ നല്ല ഭംഗിക്ക്. ഇതൊരു കസവിൻ്റെ പോലെയുള്ള വർക്കാണ് കേട്ടോ. കണ്ടോ, നെക്സ്റ്റ് സാരി ഇതാണ് കേട്ടോ. ഇതൊരു പോച്ചമ്പള്ളി ടൈപ്പിൽ വരുന്ന സാരിയാണ്. പോച്ചമ്പള്ളി സാരിയൊക്കെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പോച്ചമ്പള്ളിയിൽ ഒരു സാരിയും കൂടെ കിട്ടി. അപ്പോൾ കിട്ടുന്നതൊക്കെ ഞാനിപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ ഈ മഞ്ഞ നിങ്ങൾക്ക് ഒത്തിരി ഡാർക്കായിട്ടാണ് വരുന്നത്. ഇതൊരു ലെമൺ യെല്ലോയുടെ കളറിൽ ഒരല്പവും കൂടെ, അത്രയും കളർ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. ഇതിനൊരല്പം പോലും മഞ്ഞയല്ല, ഡാർക്ക് മഞ്ഞയല്ല. മഞ്ഞയാണ്, ഡാർക്ക് മഞ്ഞയല്ല. നിങ്ങൾ ഈ കാണുന്ന മഞ്ഞയല്ല. ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലെമൺ യെല്ലോയിൽ നിന്ന്, ഇപ്പോൾ ലെമൺ യെല്ലോ നമുക്കറിയാലോ, അതിൽ നിന്ന് ഒരല്പം കൂടിയ ഒരു കളർ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചന്തേരിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ചന്തേരി കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. വരുമ്പോൾ സാരി ഏകദേശമൊക്കെ ഇതാ ഇങ്ങനെ ഒരു വ്യൂവിലൊക്കെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുന്താണി നോക്കിക്കുക, ഇതാ ഫുള്ള് ഒരു എന്താ പറയേണ്ടത് പോച്ചമ്പള്ളി പാറ്റേണിൽ വരുന്ന ബോർഡറാണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുമ്പോൾ ഒരു അല്പവും കൂടെ ലൈറ്റ് ആകുന്നുണ്ട്, പക്ഷേ ഇതിലുമൊക്കെ ഒരുപാട് ലൈറ്റാണ് കേട്ടോ. വീഡിയോയിൽ ഡാർക്കായിട്ടാണ് വരുന്നത്. ഇതാണ് പോച്ചമ്പള്ളി ബോർഡർ വരുന്നത്, മുന്താണി വരുന്നത്. ബ്ലൗസ് പീസിൽ ഇതാ കണ്ടോ, ഇങ്ങനെ പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ. പ്ലെയിനിലാണ് ബ്ലൗസ് വരുന്നത്. അതായത് ഈ ഉള്ളിലുള്ള ഈ വർക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതാ പോച്ചമ്പള്ളിയുടെ ഒരു ത്രെഡ് വീവ് നിങ്ങൾക്ക് കാണരുതോ, വിട്ടിട്ട് പല കളറിലുള്ള ത്രെഡ് വീവിങ്സ് കണ്ടോ. ആ വീവ് നമ്മളുടെ ബ്ലൗസിൽ ഉണ്ടാവില്ല. ബ്ലൗസിൽ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. പോച്ചമ്പള്ളിയൊക്കെ പോച്ചമ്പള്ളി ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെറും 690. നെക്സ്റ്റ് സാരി നോക്കിക്കേ. സാരിയുടെ മെറ്റീരിയലിന് നമ്മൾ പറയുന്നത് എന്താണ്, കുബേര പട്ട്. ആ സാരിയാണ് കേട്ടോ. അതാ കണ്ടോ, ആണ് ഈ സാരി വരുന്നത് കണ്ടോ. ബോർഡർ നിങ്ങൾക്ക് കണ്ടുകൂടെ, ഇതാ ഇങ്ങനെ വരും ബോർഡർ കണ്ടോ. ഇങ്ങനെയാണ് ബോർഡർ വരുന്നത്. എന്നിട്ട് ഉള്ളിലത്തെ പ്രിന്റ് കാണരുതോ, അതാ ക്ലോസറിൽ ഇതാ ഇങ്ങനെ വരും. ബ്ലൂവിലാണ് വരുന്നത് കേട്ടോ. മുന്താണിതാ ഇങ്ങനെ വരും. ബോർഡർ ഇതും മുന്താണിയിൽ വേറെ ഒരു പ്രിന്റുമാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് താഴത്തെ ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് കയ്യിൽ വെക്കാനായിട്ട് ഈ ബോർഡർ കിട്ടും. പ്ലെയിൻ വിത്ത് ഇത് കയ്യിൽ വെക്കാനായിട്ട് ബോർഡറാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്, കാണാമോ നിങ്ങൾക്ക്? ഈ ബ്ലൗസ് പീസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഡയമണ്ട് ഷേപ്പിൽ, ചെറിയ ഡയമണ്ട് ഷേപ്പിൽ ഒരു സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. ഇത് 1 ലെയറിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാണാമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇതിനകത്ത് പ്രിൻ്റ് വരുന്നില്ല. എന്നിട്ട് അരികത്തത്തെ കയ്യിൽ സ്ലീവിൽ വെക്കാനായിട്ട് ഇതുപോലെ ബോർഡർ കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഈ കുബേര സിൽക്കിൻ്റെ സാരിയൊക്കെ നമുക്കറിയാം, ഒത്തിരി നിങ്ങൾ വാങ്ങിക്കുന്നതാണ്. ഓൺലൈൻ ചാനലുകളിലൊക്കെ ഉണ്ട്. എവിടെ നിങ്ങൾ പോയി നോക്കിയാലും 1000 രൂപയിൽ കുറഞ്ഞ് ഇത് കിട്ടത്തില്ല കേട്ടോ. അതാണ് ഞാൻ 690 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. സെയിം സാരി. സാരി നോക്കിക്കേ, ഇതാണ് ഓർഗൻസയിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത്. നോക്കിക്കേ, സാരിയുടെ ബോർഡർ കണ്ടോളൂ ക്ലോസറിൽ. ഇതാ ഇങ്ങനെ വരും 2-3 കളറിൽ കണ്ടോ. ഒരു പിങ്ക്, പിന്നെ ഒരു എന്താ ഓറഞ്ച്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു കസവിൻ്റെ എന്താ പറയേണ്ടത് ബനാറസി ബോർഡറാണ് വന്നിരിക്കുന്നത്. ആ ബനാറസി ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ്, ഒരു എന്താ പറയേണ്ടത്, ഇതൊരു എന്താ പറയേണ്ടത് വീവ് പോലെ ഒരു സംഭവമാണ് കേട്ടോ. വീവിങ് ആണിത്. ഈ കാണുന്നതെല്ലാം ഒരു വീവിങ് കൊടുത്തിരിക്കുകയാണ്. അത് ആ ബനാറസി വീവിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതും കൂടെ കൊടുത്തിരിക്കുകയാണ് കണ്ടോ. ഉള്ളിലത്തെ മെറ്റീരിയൽ ഇതാ നോക്കിക്കോളൂ, ഓർഗൻസയാണ് മെറ്റീരിയൽ കണ്ടോ. 2 സൈഡിലും ആ ബോർഡർ വരുന്നുണ്ട് കണ്ടോ. കണ്ടോ, ഓർഗൻസ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ കടയിൽ മേടിക്കാൻ പോയാൽ നമുക്കൊരു 1500 രൂപയിൽ കുറഞ്ഞ് കാണാൻ പോലും കിട്ടത്തില്ല കേട്ടോ. വാങ്ങിക്കാനല്ല, കാണാൻ. ഇതാ മുന്താണി ഇങ്ങനെ വരും. എന്നെ അടിപൊളി മുന്താണി ഞാൻ നോക്കിയതാ കണ്ടോ. ഒരു ടാസിൽസ്. ഇത്രയും നല്ല സാരിയാണ് ഞാൻ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വരുന്നത്, 690 രൂപയ്ക്ക് വരുന്നത് കേട്ടോ. എൻ്റെ ബ്ലൗസ് പീസ് നോക്കിക്കതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ.
ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലല്ല ബ്ലൗസ് വരുന്നത് കണ്ടോ. അത് ഓർഗൻസയിലല്ല കേട്ടോ. എന്നിട്ട് അത് തുമ്പത്തത്തെ കയ്യിൽ വയ്ക്കാനായിട്ട് ബോർഡർ കൂടെ കിട്ടും. ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ. ഇരിക്കുന്ന സാരിയൊക്കെ നല്ല അടിപൊളി സാരി, അടിപൊളി റേറ്റിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ആദ്യം പറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളുക, മേടിച്ചോളുക കേട്ടോ. ഇനിയും എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ ഓഫർ കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഓഫർ കൊണ്ടുതരും കേട്ടോ. അല്ലാതെ എനിക്കിപ്പം കുറച്ച് വില കുറച്ച് കിട്ടിയല്ലോ, എനിക്ക് 600 രൂപയ്ക്ക് കിട്ടി, എന്നാൽ ഇനിയിപ്പോൾ ഇതെങ്കിലും 1000 രൂപയ്ക്ക് വിറ്റേക്കാം, അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കളക്ഷൻസ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്യുക, നിങ്ങളുടെ ഐറ്റംസ് സ്വന്തമാക്കിക്കോളുക. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.